പ്രതിഭ ക്വിസ് 2024 സബ് ജില്ലാ തലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ജയ്ഷാ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? ഉത്തരം ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം പി. അനിൽകുമാർ. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം നശമുക്ത് ഭാരത് അഭിയാൻ. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഏതാണ്? ഉത്തരം ഫ്രഷ് ബൈറ്റ്സ്. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരാണ്? ഉത്തരം മോഹൻലാൽ. 2024 ആഗസ്റ്റിൽ പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സത്യപ്രകാശ് സാങ്വാൻ. തമിഴ്നാട്ടിൽ പുതുതായി ആരംഭിച്ച തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം സിനിമാ നടൻ വിജയ്. ICC വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം വയനാട്ടുകാരിയായ സജന സജീവനും തിരുവനന്തപുരംകാരിയായ ആശാ ശോഭനയും. അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെറാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗുസ്തി. 2024 ഓഗസ്റ്റിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജിത്ത്. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഡ്രീം വെസ്റ്റർ. 2024 വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിലിൻ്റെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ്? ഉത്തരം ശ്രീനഗർ. ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ സ്ഥാനമൊഴിയൽ പ്രഖ്യാപിച്ച ഫുമിയോ കിഷിദ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ജപ്പാൻ. ക്ലൗഡ് ടെലിഫോണി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ഉത്തരം KCB.